ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CSCB ആൻഡ് PSC മാസ്റ്റർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷന് ഒരുക്കമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ ലിക്വിഡേറ്റർ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ഡാഷ്. ദ ലിക്വിഡേറ്റർ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ഡാഷ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ രജിസ്ട്രാർ. ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് രജിസ്ട്രാറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the appeal should be filed before the tribunal within dash days from the date of award. അവാർഡിന് ശേഷം എത്ര ദിവസങ്ങൾക്കുള്ളിലാണ് ട്രൈബ്യൂണലിന് അപ്പീൽ സമർപ്പിക്കേണ്ടത്? അതിൻ്റെ കറക്റ്റ് ആൻസർ 60 days. 60 daysനുള്ളിൽ ട്രൈബ്യൂണലിന് അപ്പീൽ സമർപ്പിക്കണമെന്നാണ് കേസസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an election dispute shall be filed before the tribunal within dash month from the date of election. ഇലക്ഷന് ശേഷം എത്ര നാളുകൾക്കുള്ളിൽ വേണം ഇലക്ഷൻ സംബന്ധിച്ച ഡിസ്പ്യൂട്ട് ട്രൈബ്യൂണലിന് മുമ്പിൽ ഫയൽ ചെയ്യാൻ? എൻ്റെ കറക്റ്റ് ആൻസർ 1 month ആണ്. ഇലക്ഷൻ ഡിസ്പ്യൂട്ടിൻ്റെ അപ്പീല് വിതിൻ 1 monthനുള്ളിൽ ട്രൈബ്യൂണലിന് സമർപ്പിക്കണം ഫ്രം ദ ഡേറ്റ് ഓഫ് എലക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രസിഡന്റ് ആൻഡ് ഓഫീസ് ബെയർസ് ഓഫ് ദ സൊസൈറ്റി ആർ ടു ബി എലക്റ്റഡ് വിതിൻ ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് എലക്ഷൻ. ഇലക്ഷന് ശേഷം എത്ര നാളുകൾക്കുള്ളിൽ പ്രസിഡന്റിനെ അതുപോലെ ഓഫീസ് ബെയർസിനെ എലക്ട് ചെയ്യപ്പെടണം എന്നുള്ളതാണ് കേസസ് ആക്ടിൽ പറഞ്ഞിരിക്കുക. കറക്റ്റ് ആൻസർ 7 days. 7 ദിവസത്തിനുള്ളിൽ പ്രസിഡന്റിനെയും അതുപോലെ ഓഫീസ് ബെയർസിനെയും എലക്ട് ചെയ്യപ്പെടണം എന്നുള്ളതാണ് കേസസ് ആക്ടിൽ പറഞ്ഞിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ ഓഫീസർ അപ്പോയിൻറ്റഡ് ടു കണ്ടക്ട് ദ എലക്ഷൻ ടു ദ കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി ഈസ് കോൾഡ് ഡാഷ്. അതായത് കമ്മിറ്റിയിലേക്കുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കമ്മിറ്റിയിലേക്കുള്ള എലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഓഫീസറിന് പറയുന്ന പേരാണ് ചോദിച്ചിരിക്കുക. അതിൻ്റെ കറക്റ്റ് ആൻസർ റിട്ടേണിംഗ് ഓഫീസറാണ്. റിട്ടേണിംഗ് ഓഫീസറാണ് ഇത്തരത്തിൽ കമ്മിറ്റിയിലേക്കുള്ള എലക്ഷനൊക്കെ നടത്തുവാൻ വേണ്ടി അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഓഫീസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് എ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി ഈസ് ഡാഷ്. ഒരു പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? അതിൻ്റെ കറക്റ്റ് ആൻസർ സെക്രട്ടറി എന്നുള്ള പേരിലാണ്. ഒരു ചീഫ് എക്സിക്യൂട്ടീവ് പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് അറിയപ്പെടുന്നത് സെക്രട്ടറി എന്ന പേരിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആർബിട്രേഷൻ ഡിസ്പ്യൂട്ട്സ് ആർ ഡിവൈഡഡ് ഇൻറ്റു ഡാഷ് ആൻഡ് ഡാഷ്. ആർബിട്രേഷൻ ഡിസ്പ്യൂട്ട്സ് ഏതൊക്കെ രീതിയിലാണ് തരംതിരിച്ചിരിക്കുന്നത്? ആർബിട്രേഷൻ ഡിസ്പ്യൂട്ട്സ് തരംതിരിക്കപ്പെട്ടിരിക്കുന്നത് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി എന്നിങ്ങനെയാണ്. ആർബിട്രേഷൻ ഡിസ്പ്യൂട്ട്സ് ആർ ഡിവൈഡഡ് ഇൻറ്റു മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എനി ഓർഡർ, ഡെസിഷൻ ഓർ അവാർഡ് റെഫേർഡ് ഇൻ സെക്ഷൻ 76 ഓഫ് കേസസ് ആക്ട് ഈസ് നോൺ ആസ് ഡാഷ്. ഒരു ഓർഡർ, ഡിസിഷൻ അല്ലെങ്കിൽ അവാർഡ് കേസസ് ആക്ടിൻ്റെ സെക്ഷൻ 76 പ്രകാരം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ കറക്റ്റ് ആൻസർ ഡിക്രി എന്ന പേരിലാണ്. എനി ഓർഡർ, ഡിസിഷൻ ഓർ അവാർഡ് റെഫേർഡ് ഇൻ സെക്ഷൻ 76 ഓഫ് കേസസ് ആക്ട് ഈസ് നോൺ ആസ് ഡിക്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രജിസ്ട്രാർ റിജക്ട്സ് ആൻ ആർബിട്രേഷൻ കേസ് സെയിങ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് എ ഡിസ്പ്യൂട്ട് വിച്ച് ക്യാൻ ബി ഡിസൈഡഡ് ബൈ രജിസ്ട്രാർ. ദ അപ്പീൽ ഷുഡ് ബി ഫയൽഡ് ടു ഡാഷ്. അതായത് ഒരു ആർബിട്രേഷൻ കേസ് രജിസ്ട്രാർ റിജക്റ്റ് ചെയ്തു, കാരണം അത് രജിസ്ട്രാർക്ക് ഡിസൈഡ് ചെയ്യാൻ സാധിക്കാത്ത കേസാണ്. അങ്ങനെയാണെങ്കിൽ അപ്പീൽ ആർക്കാണ് സമർപ്പിക്കേണ്ടത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ കറക്റ്റ് ആൻസർ ഗവൺമെൻറ്റിനാണ്. രജിസ്ട്രാറിന് ആ കേസ് ഡിസൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല എങ്കിൽ അതിനുള്ള അപ്പീൽ സമർപ്പിക്കേണ്ടത് ഗവൺമെൻറ്റിനാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡെലഗേഷൻ ഓഫ് അതോറിറ്റി ഓഫ് രജിസ്ട്രാർ വാസ് മെൻഷൻഡ് ഇൻ ഡാഷ് ആക്ട്. ഏത് ആക്ടിലാണ് ഡെലഗേഷൻ ഓഫ് അതോറിറ്റിയെക്കുറിച്ച്, രജിസ്ട്രാറിൻ്റെ ഡെലഗേഷൻ ഓഫ് അതോറിറ്റിയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്? ആദ്യമായി പ്രതിപാദിച്ചത് ഏത് ആക്ടിലായിരുന്നു? അതിൻ്റെ കറക്റ്റ് ആൻസർ 1912 ആക്ട്, 1912 ആക്ടിലാണ് ഡെലഗേഷൻ ഓഫ് അതോറിറ്റിയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുക. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.